ഹലോ, നമ്മളിപ്പോൾ ഒരു വിശേഷം കൂടാൻ വേണ്ടി നാട്ടിലോട്ട് പോവുകയാണേ. നാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ വേറൊരു സ്ഥലത്ത് കൂടെ കയറിയിട്ടാണ് കേട്ടോ പോണത്. അതൊട്ടും പ്ലാൻഡ് അല്ലായിരുന്നേ, പെട്ടെന്നെടുത്ത തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ പോകുന്നതിൻ്റെ അന്ന് രാവിലെ മുതൽ നമ്മുടെ കുഞ്ഞിനെ ഒട്ടും വയ്യ കേട്ടോ. നല്ല വയറുവേദനയും ഛർദിയൊക്കെ ഉണ്ട്. മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾക്ക് എന്തോ അത് കുറയുന്നില്ല കേട്ടോ. ഈ ഒരു ട്രിപ്പ് നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ വിചാരിച്ചു നമുക്ക് നോക്കിയും കണ്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ. നമ്മൾ സാധാരണ എപ്പോഴും രാത്രിയാണല്ലോ പോവുക. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പകൽ പോയി നോക്കാമെന്ന്. അപ്പോൾ ഒരു 4 മണി 4:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. രാത്രി പോകുന്ന പോലെയല്ല, പകൽ നല്ല രീതിക്ക് റഷ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരത്തെ ആ ഒരു ട്രാഫിക് ജാം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ രസമുണ്ടായിരുന്നു കേട്ടോ, കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂര്യനെയൊക്കെ കാണാൻ നല്ല ചന്തല്ലേ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തും പാട്ട് കേട്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിന് ആക്റ്റീവ് അല്ലാത്തത് നല്ലൊരു വിഷമമാണ് കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അവളിങ്ങനെ ബാക്കിൽ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവൾ നല്ല വോമിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്താൽ ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളും അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് മുതൽ ആളെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഞാൻ എന്താ കണ്ടോ ഈ കേക്ക് എടുക്കുന്നുണ്ട്, അവിടെ ബാക്കിയുള്ള സാധനങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ വല്ല ഫുഡ് സേഫ്റ്റിയുടെയോ അങ്ങനെ എന്തോ ആണെന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതൊക്കെയാണ് ആളുടെ വിചാരം. ചെറിയൊരു കടയാണ്. പിന്നെ ഇത് അത്ര എന്താ പറയുക, ഈ ഗ്രാമം പോലുള്ളൊരു സ്ഥലമുണ്ടല്ലോ അവിടെയാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. ഇതെന്താ എൻ്റെ കടയും ചായയൊക്കെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടാവുമല്ലേ. അങ്ങനെ ഇതാണ് കേട്ടോ അവിടുത്തെ ചായ. ഭയങ്കര കട്ടിയായിട്ടുള്ള പാലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വലിയ ഇഷ്ടമല്ല. അങ്ങനെ കുഞ്ഞിനെ ഈറ്റപ്പോൾ ഞാൻ കുഞ്ഞിനൊരു ടാബ്ലറ്റൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും പോവുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം 4 മണിക്കൂറും 57 മിനിറ്റുമാണ്. യാത്രാവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി. പിന്നെ ഞാൻ ഹറിബറി ആയിട്ടാണല്ലോ ഇറങ്ങിയത്, പ്ലാൻഡ് ആയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന മാതിരി വണ്ടിയിലിരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഓക്കെ ആക്കി കേട്ടോ. നമ്മുടെ കുഞ്ഞിനപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടും പാട്ട് കേട്ടിട്ടും പാട്ട് പാടിയിട്ടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മുന്നിൽ പോകുന്ന വണ്ടിക്കാരൻ നേരെയല്ല വണ്ടി ഓടിക്കുന്നതെന്നും പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ ഇരുന്ന് പിറുപിറു പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏട്ടൻ. നമ്മുടെ ഏട്ടൻ അതൊക്കെ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനും കുഞ്ഞനും കൂടെ ഏട്ടനെ ഇങ്ങനെ കൂളാക്കുന്നുണ്ട്. നമുക്ക് ഈ പകൽ പോകുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ട്രാഫിക് ജാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വലിയ കാര്യമായി ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അത്ര ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ രാത്രികളിൽ പോകുന്നതുകൊണ്ട് തന്നെ വെറും വണ്ടിയും ലൈറ്റൊക്കെ അല്ലേ കാണുന്നുള്ളൂ. ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നതുകൊണ്ട് വലിയ ബോറടിയൊന്നും തോന്നിയില്ല. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടൈമും നോക്കിയിട്ടുണ്ടായിരുന്നു, ഇനി എത്ര ടൈം എന്നൊക്കെ. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ കാട്ട് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ഇതെനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എൻ്റെ കിളി ശരിക്കും പോയി കേട്ടോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ കൊമ്പുള്ളൊരു ആനേനെ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇരുട്ടായതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറയിൽ അത് പതിഞ്ഞില്ല കേട്ടോ. നോക്കിയാൽ എൻ്റെ കൊമ്പ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു പെട്രോൾ പമ്പ് കയറി ഒന്ന് കൈയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. സാധാരണ കൊണ്ടുവരുന്ന മാതിരി വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് തക്കാളിച്ചോറായിരുന്നു കേട്ടോ. അതാകുമ്പോൾ കറിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ തക്കാളിച്ചോറൊക്കെ തട്ടിക്കൂട്ടി ഇതുപോലൊരു പൊതിച്ചോറാക്കി കേട്ടോ. തക്കാളിച്ചോറുണ്ടായിരുന്നു, നല്ല ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു, കൈപ്പയ്ക്കുപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് അയല വറുത്തതും ഉണ്ടായിരുന്നേ. ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ പൊതി കെട്ടിയിട്ട് എന്താ വീട്ടിലുള്ളത് വെച്ചെങ്കിൽ അത് കൊണ്ടുവരാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ. ഹോട്ടലിലൊക്കെ കയറി നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ വയറിന് പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല ബുദ്ധിമുട്ടായിട്ടും വരും. ഞാൻ റിസ്ക് എടുക്കാറില്ല കേട്ടോ. പൊതിച്ചോറ് കൊടന്നിട്ട് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ നടു റോട്ടിലിരുന്ന് കഴിക്കാൻ അതൊരു വേറെ വൈബാണ്. നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് മുന്തിരിയും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വണ്ടി ഇങ്ങനെ പോകുന്നത് വീഡിയോ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ അത് കാണുന്നവർക്കും ബോറടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ടില്ല. ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥലത്തെത്താൻ ഇനി വെറും 5 മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ.
അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ട് ഞാൻ ആദ്യം പോയി ഒരു കട്ടൻ ചായ കുടിച്ചു. നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. ഉറക്കത്തുനിന്ന് എഴുന്നേൽപ്പിച്ച ദേഷ്യത്തിലാണ് കുഞ്ഞൻ. ഇനി നമ്മളെങ്ങടാ വന്നതെന്നല്ലേ, നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് പോയി മുത്തപ്പനെ കാണണം, മുത്തപ്പൻ്റെ വെള്ളാട്ട് കാണണം. അതിൻ്റെയൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി റൂം എടുത്തു. അങ്ങനെ ഇപ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിടന്നുറങ്ങി നാളെ നേരത്തെ എണീറ്റിട്ട് മുത്തപ്പനെ കാണാൻ പോകണം. അപ്പോൾ മുത്തപ്പനെ കാണാൻ പോകുന്ന വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.